ഞങ്ങൾക്ക് പരാതി എന്ന് പറഞ്ഞത് പിന്നെ 4.29.79 സെക്കൻഡില് കാരിച്ചാലും വിയപുരവും ഒരുപോലെ വന്ന് ഫിനിഷ് ചെയ്തു. അത് പിന്നെ അവിടുത്തെ ഡിവൈസിൽ ടിവിയിൽ എക്സിബിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാറി പിന്നെ കാരിച്ചാലിന് 2.9.75 മാറി. ആ സെക്കൻഡ്സ് അതെങ്ങനെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തു? അവർ പറയുന്നത് ആ 7 അത് മൈക്രോ സെക്കൻഡാണ്. എന്നുവെച്ചാൽ ഇഞ്ചുകളുടെ വ്യത്യാസമാണ്. അത് മനുഷ്യരാൽ നിർമ്മിച്ച ഈ കവുങ്ങ് തടി കൊണ്ടുണ്ടാക്കിയ പിന്നെ ഫിനിഷിംഗ് പോയിന്റിലെ പോളുകൾ, അതിൻ്റെ അകത്ത് അവിടെ എങ്ങനെ ഈ പറയുന്ന ആധുനിക സൗകര്യം വെച്ചിട്ട് എങ്ങനെ അത് ഇവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റി? അത് നമുക്കറിയത്തില്ല. അത് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് എന്താ കളിയാണ് നടന്നതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറയാം. പിന്നെ 4.17 കാരിച്ചാല് പിന്നെ ഈ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തത്. ആ വള്ളം എങ്ങനെ 4.29 വരെ വന്നു? 4.29.79 വരെ വന്നു. അപ്പോൾ അവിടെയും കൃത്രിമമില്ലേ? അപ്പോൾ എന്താണ് നടന്നതെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ ആ നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. തീർച്ചയായിട്ടും ഇത് കളക്ടർക്കും NTBRക്കും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കും പിന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ആ തീർച്ചയായിട്ടും അധികാരികളുടെ സംസാരിച്ചു വന്നപ്പോൾ അവർ പറയുന്നത് പിന്നെ ജഡ്ജസ് എടുത്ത തീരുമാനം അത് അവർ കൈക്കൊണ്ടു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അടുത്ത ദിവസം വരൂ, അടുത്ത ദിവസം വന്നിട്ട് പരാതി തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പരാതി പിന്നെ കൊടുത്താൽ ട്രോഫി എടുത്ത ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് പരാതി എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൻ്റെ അർത്ഥമുണ്ടോ? അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരു നീതിയില്ലാത്തൊരു നടപടിയായിപ്പോയി. അങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ആരാ എവിടെയാ എന്താ കളിച്ചതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4.17 ഫിനിഷ് പിന്നെ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത വള്ളം എന്തുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം വന്നപ്പോൾ 4.29.79 വന്നു? ഒരു ന്യായമായ ചോദ്യമല്ലേ? അത്രയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വള്ളപ്പാടുകളുടെ വ്യത്യാസം വരുന്നത്. ആ വള്ളം എന്തുകൊണ്ട് വള്ളപ്പാടുകളുടെ വ്യത്യാസം പോയില്ല? ഞാൻ ചോദിക്കുന്ന ന്യായമാണോ? ആദ്യം ഡിക്ലെയർ ചെയ്തു, ഞങ്ങളാണെന്ന് ഡിക്ലെയർ ചെയ്തു. വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇവര് പിന്നെ ജഡ്ജസ് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളായിരുന്നു. ഈ വള്ളത്തിലെ ക്യാപ്റ്റന്മാരെ വിളിക്കുക, 4 വള്ളത്തിലെയും ക്യാപ്റ്റന്മാരെ വിളിക്കുക, അവരെ വിഷ്വലി കാണിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്ത് വ്യക്തമായ ലീഡോടാണ് ഞങ്ങൾ തോൽവിയാണ് അവർക്ക് ലീഡോട് കാരിച്ചാലിൽ ലീഡോടെ ജയിക്കുകയും ഞങ്ങൾ തോൽവിയാണ് ഞങ്ങൾ സമ്മതിക്കും. ഞങ്ങൾക്ക് എൻ്റെ ഒരു വിഷയമില്ല. ഇത് ചുമ്മാ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തിട്ട് ജയിച്ചു. എത്ര ചാനൽ ജയിച്ചെന്ന് പറഞ്ഞു? ഈ ലോകത്തുള്ള എത്രയോ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വിളിച്ചു സംസാരിച്ചു, എത്രയോ ആൾക്കാർ. അപ്പം അതൊന്നും അവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ തോൽവി അല്ല എന്ന് തന്നെയാണ് പറയുന്നത്, എന്ന് തന്നെ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ കാണിച്ചു തരാം തെളിവുകൾ. തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെ പോകും. കാരണം എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എന്നേക്കാൾ കൂടുതൽ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരു കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തുഴച്ചിക്കാർ, ഓരോ വ്യക്തികളും അവരെല്ലാം തന്നെ എന്ത് ദുഃഖിതരവർ. തീർച്ചയായിട്ടും അവരെ എന്തോ ഏത് MLA ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിത്രരഞ്ജൻ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു, മാത്യു കുഴപ്പമില്ല, അത് പിന്നെ നമുക്കിനിയിപ്പം നടപടിയായിട്ട് നിങ്ങൾ പോവും, അല്ലാതെ എന്നെ സംബന്ധിച്ചോളം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ടെക്നിക്കൽ ആയിട്ട് പുള്ളിക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്.